തീയ എന്ന് പറയാൻ വേണ്ടി നമ്മൾ 8 മാസം കൊണ്ട് കാത്തിരിക്കണ ഒരു പടം. 8 മാസം കൊണ്ട് നമ്മളൊരു ആവേശം വലിയൊരു ഇതിലാണ് നിൽക്കുന്നത്. വില്ലനായിട്ട് പോരുന്ന ഗംഭീരമാർക്ക് അഭിനയം, ഒരു സംശയവും വേണ്ട. കളശനും തൂക്കും, എല്ലാം തൂക്കും. മമ്മൂക്കാര ഒരു വരവാണ്, പമ്പം വരവ്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നാളെ ഇനിയിപ്പോൾ കാണാം. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി. അതിൻ്റെ കാര്യമാണ് ഒരു ഇതാക്കരുത്. എന്നാലും മമ്മൂക്ക ചെയ്യണ ക്യാരക്ടറല്ലേ. മമ്മൂക്ക വില്ലനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര സെറ്റായിട്ട് ചെയ്യുള്ളൂ. അതൊന്നും സംശയം വേണ്ട. വിനായകനായിട്ട് അതിലുള്ള എല്ലാവരുമായിട്ട് നമുക്ക് 21 നായകന്മാരുടെ ഇടയിലും വില്ലനായിട്ട് നോക്കുമ്പോൾ അത്രയ്ക്കും ഒരു മനസ്സിൻ്റെ അകത്തും നമ്മളൊക്കെ ഇപ്പോഴേ തന്നെ ഒരേ കണ്ടില്ലേ, രോമ കണക്കാണ് എനിച്ചിരിക്കുന്നത്. അത്ര ഒരു ആവേശത്തിൽ നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വലിയ കട്ടൗട്ട് നില വെച്ച് ഇനി വേറെ പരിപാടികളുണ്ട്. നാളെ ബാൻഡ് മേളമുണ്ട്, പേപ്പർ ഷോട്ടുണ്ട്, എല്ലാം ഉണ്ട്. നല്ല വൺ സെറ്റപ്പിലാണ് നടത്തുന്നത്. നാളെ രാവിലെ എല്ലാവരും 9 മണിക്ക് നമ്മളെല്ലാം വൺ സെറ്റപ്പാണ്. എല്ലാവരും വലിയൊരു ആവേശത്തിലാണ് ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8 മാസത്തിന് ശേഷം മമ്മൂക്ക അറിയാമല്ലോ, അത്രയും വെയിറ്റ് ചെയ്തിട്ട് ഒരു പടം വരുന്നതാണ്. അപ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷയോടെ എല്ലാവരും ഇരിക്കാം. ഒരുപാട് ഇതിൽ സസ്പെൻസ് ഉണ്ട്, ഒന്നും ഇട്ടിട്ടില്ല. ബാക്കി നമ്മളെല്ലാം പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. വില്ലനാകുമ്പോൾ പിന്നെ അറിഞ്ഞൂടെ, ഇതിനേക്കാളും നെരുപ്പായിട്ടേ വരുള്ളൂ. നാളെ അതിഗംഭീരമായിരിക്കും, ഒരു രക്ഷയും വേണ്ട, കിടിലമായിരിക്കും. എന്തായാലും ഒരു ഇത് വരത്തില്ല, അടിച്ചു പൊളിക്കും. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കണം. വളരെ കാലങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ ഒരു സിനിമ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതിലുള്ള ആകാംക്ഷയും എന്താ പറയുക, കാത്തിരിപ്പം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൂടാതെ നമ്മളിതിൻ്റെ ടീസർ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ എന്തായാലും വ്യത്യസ്തകൾ തേടി അലയുന്നൊരു നടനാണ് മമ്മൂക്ക എന്നതാണ്. കാരണം ഈ കഴിഞ്ഞ ഒരു പുള്ളിയുടെ ഒരു 10-15 സിനിമകൾ മാത്രം എടുത്താൽ തന്നെ അതെല്ലാം വ്യത്യസ്തമായ ശരീരഭാഷയും വ്യത്യസ്തമായ മേക്കപ്പുകളും വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ സംസാര ശൈലി വരെ വ്യത്യസ്ത. എന്തായാലും തീർച്ചയായും നമ്മളൊന്ന് 431ാമത്തെ സിനിമയാണ്. നമ്മളൊന്നും കാണാത്ത ഒരു മമ്മൂക്ക ആയിരിക്കും ഇതിലെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ നാളെ നമുക്ക് തിരിച്ച് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നാളെ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ കേരളമെമ്പാടും ഗംഭീര ആഘോഷ പരിപാടി. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കയെ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇരട്ടിക്കാണ് നമ്മൾ സ്വീകരണം കൊടുക്കാൻ പോകുന്നത്. എല്ലാ തിയേറ്ററിലും കേരളത്തിലെ 14 ജില്ലകളിലും നമ്മുടെ അസോസിയേഷൻ പരമായി പറയുകയാണെങ്കിൽ എല്ലാവരും ഗംഭീര പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ തിരുവനന്തപുരം ഏരീസ് ഫ്ലെക്സിൽ തന്നെ നാളെ അതിഗംഭീര പരിപാടികൾ. നമ്മൾ ഓൾറെഡി കേരളത്തിലെ ഏറ്റവും മികച്ച തിയേറ്ററിലൊന്നാണ് ഹൗസ്ഫുള്ളാണ്. അപ്പോൾ നിറഞ്ഞ സദസ്സിൽ നമ്മുടെ ആഘോഷവും കൂടെ ആകുമ്പോൾ ഗംഭീര വരവേൽപ്പ് നമുക്ക് തന്നെ കൊടുക്കാൻ സാധിക്കും. ക്ലാസിക് ഡോള്, പേപ്പർ ഷോട്ട്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ. പിന്നെ അതിലുപരി നമ്മൾ എല്ലാ സിനിമയ്ക്കും അതിൻ്റെ വിജയാഘോഷം നടത്തുന്ന പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇപ്പോൾ വരും ദിവസങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ഭാഗത്തു നിന്നൊരു ഗംഭീര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഇതിൻ്റെ വിജയാഘോഷം നമ്മൾ ആഘോഷം തിയേറ്ററിലും വിജയാഘോഷം നമ്മൾ ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പാണ് നാളെ നിങ്ങൾ ഈ സമയം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ റിലീസിൻ്റെ സമയം ഇവിടെ ഉണ്ടെങ്കിൽ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമ്മളത് തെളിയിക്കും. സന്തോഷം. 8 മാസം ശേഷം വരുന്നൊരു സിനിമ, പ്രത്യേകിച്ച് പുതുമുഖ സംവിധായകൻ, അദ്ദേഹം പുതുമുഖ സംവിധായകർക്ക് ഒരുപാട് ഡേറ്റ് കൊടുത്ത് ഏകദേശം 60ഓളം പുതുമുഖ സംവിധായകർ വന്നിട്ടുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ചോളം മമ്മൂക്കയുടെ വാക്കുകൾ തന്നെ അറിയാം, പ്രസ് മീറ്റിന് അറിയാം. പടത്തിൽ ഒരു രഹസ്യം ഒളിച്ചിരിപ്പുണ്ട്. നമ്മളിപ്പോൾ ഈ നായകൻ വില്ലനല്ല സംഭവം, ഒരു വലിയൊരു രഹസ്യമാണ്. ആദ്യ ഷോ കഴിയുമ്പോഴാണ് പ്രേക്ഷകർ ഞെട്ടാൻ പോകുന്നത്. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു നായക സങ്കല്പം ആരാണ്? വിനായകൻ. അപ്പം എതിരാളി ആരാണ്? മമ്മൂക്ക. അപ്പോൾ ആ കഥാപാത്രം, കാരണം നമ്മൾ ഈ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ സിനിമയാണ്. അപ്പോൾ 7 സിനിമ വ്യത്യസ്തമാണ്. അത് ഏത് പടം എടുത്തു നോക്കിയാലും അത് 2022 മുതൽ അടുപ്പിച്ച് 3 വർഷം സംസ്ഥാന അവാർഡ് കിട്ടിയ 2 പ്രാവശ്യം നടനും 1 പ്രാവശ്യം നിർമ്മാതാവ് എന്ന രീതിയിലും അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വളരെ സന്തോഷമാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും പ്രവർത്തകർ ആവശ്യത്തിലാണ്. എല്ലാ ജില്ലകളിലും ബോർഡും ഫ്ലെക്സും പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും നാളെ അതിഗംഭീര പരിപാടിയാണ്.